ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മത്സ്യം എന്ന് പറയുന്ന കവിതയെക്കുറിച്ചാണ് ടീച്ചർ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മത്സ്യം എന്ന് പറഞ്ഞ കവിത ഇഷ്ടമാണോ നിങ്ങൾക്ക്? വളരെ പ്രധാനപ്പെട്ട കവിതകളിൽ ഒന്നാണ് അല്ലേ മത്സ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മത്സ്യം എന്ന് പറയുന്ന കവിത എന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ടി.പി. രാജീവൻ മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഉത്തരാധുനിക കവികളിൽ നിങ്ങൾ കവികലയെക്കുറിച്ചൊക്കെ പഠിച്ച സമയത്ത് ഉത്തരാധുനിക കവിതയുടെ പ്രത്യേകതകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു പദത്തിന് തന്നെ ഒരു അർത്ഥത്തിന് തന്നെ അനേകം അർത്ഥങ്ങൾ ഉണ്ടാവുന്ന വാക്കുകളെ കുറിച്ചൊക്കെയുള്ള പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ മനോഹരമായ ഒരു ഉത്തരാധുനിക കവിതയാണ് മത്സ്യം എന്ന് പറയുന്ന കവിത. മലയാളത്തിലെ ഉത്തരാധുനിക കവികളിൽ ശ്രദ്ധേയനായിട്ടുള്ള കവിയാണ് ടി.പി. രാജീവൻ. അദ്ദേഹം നോവലിസ്റ്റാണ്. ഒരുപാട് കൃതികൾ തിരക്കഥയൊക്കെ എഴുതിയിട്ടുള്ള പാലേരി മാണിക്യം പോലെയുള്ള കൃതികൾ അല്ലേ, അതുപോലെ നമ്മുടെ കെ.ടി.എൻ. കോട്ടൂര് അതൊക്കെ എഴുതിയിട്ടുള്ള തിരക്കഥ എഴുതിയിട്ടുള്ള ആളാണ് നമ്മുടെ ടി.പി. രാജീവൻ. ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മത്സ്യം എന്ന് പറയുന്ന കവിതയിൽ ശ്രദ്ധിച്ച് കേൾക്കുക. കടലിനെയും അതേപോലെ മത്സ്യത്തെയും പ്രതീകമാക്കിക്കൊണ്ട്, അത് പ്രതീകമാണ്. നമ്മൾ വായിക്കുമ്പോൾ ഇത് കടലിലുള്ള ഒരു കുഞ്ഞു മീനിനെ കുറിച്ചുള്ള കവിതയാണ് നമുക്ക് തോന്നും, എന്നാൽ അത് പ്രതീകം മാത്രമാണ്. അതിലൂടെ അനേകം അർത്ഥസാധ്യതകളുള്ള ആഴവും പരപ്പും ഗഹനവുമായിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ മനുഷ്യന്റെ അതിജീവന തന്ത്രങ്ങളെയാണ് ഈ കുഞ്ഞു മീനിലൂടെ അല്ലെങ്കിൽ ഈ കവിതയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ കവിതയെ വായിക്കാം. അപ്പോൾ ഏത് ചെറുത്തുനിൽപ്പിനെയും ഇല്ലായ്മ ചെയ്യാനുള്ള വിദ്യകൾ പുതിയ കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ. പക്ഷെ അതിലൊന്നും വീണു പോവാതെ അല്ലെ രക്ഷപ്പെട്ട് ഓടുന്ന പല ചൂണ്ടക്കണ്ണികളുണ്ട്, തലപ്പുകളുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കര കയറി പോകുന്ന ഒരു കുഞ്ഞു മീനിനെയാണടാ ഈ കവിതയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ കടൽ തീരെ എത്ര ശ്രമിച്ചിട്ടും മണൽത്തരിയോളം പോകുന്ന മത്സ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്നില്ല അല്ലെ. നിലനിൽപ്പിന് വേണ്ടിയാണ് മത്സ്യത്തിന്റെ പോരാട്ടം എന്ന് നമുക്ക് കാണാം. അപ്പോൾ അത് അല്ലെ, കടൽ തീരെ കീഴടക്കാനോ അതിന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനോ ഒന്നും മത്സ്യം ശ്രമിക്കുന്നില്ല. മത്സ്യം ഓട്ടമാണ് അല്ലെ. അതിന്റെ ജീവിതത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഓട്ടമാണ്. അപ്പൊ ഇതൊരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയാണ് എന്ത് ചെയ്യുന്നത്, മത്സ്യം എന്ത് ചെയ്യുന്നത് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ, പ്രതീകവൽക്കരിക്കുന്നത് നമുക്ക് പറയാം. ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും തികച്ചും സ്വതന്ത്രനായിട്ട്, സമൂഹത്തിന്റെ ഭാഗമാണ് എന്നാലും ഞാൻ സ്വതന്ത്രനായി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു മത്സ്യം അല്ലെങ്കിൽ സാധാരണ മനുഷ്യനെയാണ് അല്ലെ. അപ്പൊ ചെറുതുകളുടെ പ്രതിനിധി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ചെറുതുകളുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ മത്സ്യത്തെ കാണുന്നത്. സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിച്ച് മുന്നേറുമ്പോഴും പിറകിൽ അവനെ ദഹിപ്പിക്കാൻ കടല് പാഞ്ഞെത്തുന്നുണ്ട് അല്ലെ. മുന്നിലെ തടസ്സങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നി കുതിക്കുന്ന അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം ആവാസ വ്യവസ്ഥ തന്നെയാണ്. ഒരു പ്രലോഭനങ്ങളിലും വീഴാത്ത സ്വാതന്ത്ര്യ ബോധമാണ് ഇവിടെ മത്സ്യത്തിന്റെ കരുത്തായി മാറുന്നത്. ലോകം മുഴുവൻ തനിക്കെതിരെ തിരിയുമ്പോഴും എല്ലാ അച്ചിൽ നിന്നും രക്ഷപ്പെട്ട് പുതിയൊരു വ്യവസ്ഥ കെട്ടിപ്പടുത്താൻ തുനിയുന്ന മത്സ്യം ഇവിടെ തികഞ്ഞൊരു പ്രായോഗിക നിർമ്മിതി കൂടെയാണ് എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ കവിതയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. ലളിതമായിട്ടുള്ള അല്ലെ, സങ്കീർണമായിട്ടുള്ള രചനാശൈലിയിൽ നിന്ന് സുതാര്യവും ലളിതവുമായിട്ടുള്ള പ്രശ്നങ്ങളെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ്. വലിയ ആഖ്യാനങ്ങൾക്ക് പകരം തീരെ ചെറിയ അവതരണങ്ങളിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ ഉത്തരാധുനിക കവിതയുടെ ഒരു സ്വഭാവമായിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ചെറുതുകളുടെ അതിജീവനമാണ് മത്സ്യം എന്ന് പറയുന്ന കവിതയുടെ ആശയം നമുക്ക് പറയാം. ഒറ്റപ്പെട്ടു പോകുന്നതിലെ അരക്ഷിതാവസ്ഥ, ഒറ്റയ്ക്കാണെങ്കിലും പൊരുതി ജീവിക്കാനുള്ള അല്ലെ അതിന്റെ ശ്രമങ്ങളും അല്ലെ, പുതിയ കാലത്തെ മനുഷ്യന്റെ അല്ലെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. ആധുനിക കാലത്തെ മനുഷ്യന്റെ പ്രത്യേകതയായിട്ട് അല്ലെ. അതേപോലെ തന്നെ എന്താണ്, മനുഷ്യ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന പല സാഹചര്യങ്ങളും എന്ത് ചെയ്യണു, പ്രതീകാത്മകമായിട്ട് മത്സ്യത്തിലും കാണാം അല്ലെ. ആഗോള വിപണി, മുതലാളിത്തം സാധാരണ മനുഷ്യ ജീവിതത്തെ ഹനിക്കുന്നതാണ്. നമ്മളെ കണ്ണഞ്ചിപ്പിച്ച് അല്ലെ നമ്മളെ അങ്ങ് കൊണ്ടുപോകുന്ന ഒരു മായിക ലോകമാണ് കമ്പോള സംസ്കാരമൊക്കെ അല്ലെ. അപ്പൊ അതിലൊന്നും വീണു പോവാതെ അതിന്റെ ഒക്കെ സൂചനകളായിട്ട് കവിതയിൽ വലക്കണ്ണികളെ, പരുന്തിന്റെ ആക്രമണത്തെ, ഉപ്പളങ്ങളെ ഒക്കെ എന്ത് ചെയ്യണു, ഇത്തരം അപകട സാധ്യതകൾ വെച്ച് നെറ്റ് അല്ലെ, വലക്കണ്ണികൾ, ഇന്റർനെറ്റ് ആവാം അല്ലെ, അങ്ങനെ പല അപകട സാധ്യതകളെയും കാണിക്കുകയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ മനുഷ്യ സ്വാതന്ത്ര്യം ഇല്ലാതാക്കപ്പെടുന്നത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്നാണ്. നമ്മുടെ ചുറ്റുപാടുകളുടെ നാശം നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ നാശത്തെ തന്നെയാണ് സൂചിപ്പിക്കുക എന്ന് പറയുന്നു. അപ്പൊ മത്സ്യത്തിന്റെ സ്വതന്ത്ര ജീവിതത്തിന്റെ അപകടപ്പെടുത്തൽ കഴിച്ചുകൊണ്ടുന്ന എന്താണ്, മനുഷ്യ ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിലേക്ക് തന്നെയാണ് അല്ലെ. കവിതയുടെ അവസാനം പറയുന്നുണ്ട്, പിന്നിൽ തന്നെക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു വരുന്നത് അറിയാതെ എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ സ്വന്തം ആവാസ വ്യവസ്ഥയുടെ അല്ലെ സ്വതന്ത്ര ജീവിതത്തിന്റെ അപകടപ്പെടുത്തൽ എന്താണ്, മനുഷ്യ ജീവിതത്തിന്റെ അനിശ്ചിതത്വം തന്നെയാണ് കാണിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ആദ്യത്തെ എന്താണ്, മനുഷ്യന്റെ അല്ലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയെ, മനുഷ്യ വിഭാഗത്തെയാണോ നമ്മുടെ മത്സ്യം പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ്
ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ വർത്തമാന കാലത്തിൻ്റെ റിയാലിറ്റികളിലേക്ക് ചൂണ്ടുന്ന അല്ലെങ്കിൽ അത്തരം അവസ്ഥകളിലേക്ക് വിര ചൂണ്ടുന്ന ഒരു കവിതയാണ് മത്സ്യം എന്ന് നമുക്ക് പറയാം. ഇവിടെ എന്താണ് നമ്മളുടെ പുതിയ കാലത്ത് അല്ലേ ക്രൈമുകൾ കൂടുമ്പോൾ അല്ലെങ്കിൽ ഇരകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പരുന്തിൻ കണ്ണുകൾ, ചൂണ്ടക്കൊളുത്ത്, ചതിക്കുഴികളുമായിട്ട് നമുക്ക് ചുറ്റും ആളുകൾ ഇങ്ങനെ കരുതിയിരിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളാവാം, അവശജന വിഭാഗങ്ങളുണ്ട്, അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുണ്ട്, അല്ലെ ഇങ്ങനെ ഒരുപാട് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ അത്തരം ജനതയുടെ പ്രതീകമാണ് ആക്ച്വലി മത്സ്യം എന്ന് പറയുന്നത്. പിന്നാലെ പാഞ്ഞു വരുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് കുതിക്കുന്ന മത്സ്യം ചെറുതുകളുടെ അതിജീവനത്തെയാണ്, ഇത്തരം വിഭാഗങ്ങളുടെ അതിജീവനത്തെയാണ് എന്ത് ചെയ്യുന്നത് കവിതയിൽ കാണിക്കുന്നതെന്ന് ആലോചിക്കുക. പ്രലോഭനങ്ങളിൽ വീഴാതെ സ്വതന്ത്രമായി ജീവിക്കുന്ന അല്ലെ സ്വതന്ത്രമായി ജീവിക്കുന്നതിനെ വേട്ടയാടി പിടിക്കുന്ന തന്ത്രമാണ് എന്ത് ചെയ്യുന്നത് കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് ആലോചിക്കുക. ഓക്കെ, ദെൻ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഒരേ സമയം അനുഭവിക്കാനാവില്ല എന്ന തത്വമാണോ കവിത മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. സ്വന്തം അസ്തിത്വം ഉയർത്തിപ്പിടിച്ച് സ്വാതന്ത്ര്യബോധത്തോടെ മുന്നേറുന്ന കവിതയാണ് ടി.പി. രാജീവൻ തന്റെ കവിതയിൽ അല്ലെ കവിത എന്ന് പറയുന്നത്. അപ്പൊ നായകൻ ആര് തന്നെയാണ് കവിതയിലെ? മത്സ്യം തന്നെയാണ്. തനിക്ക് മുന്നേ കടന്നുപോയ തലമുറയുടെ ജീവിതമല്ല എന്ത് ചെയ്തത് മത്സ്യം കൊതിച്ചത്. എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ട് കടൽ തിരകളോട് പൊരുതി വേലിയേറ്റങ്ങളെയും വേലിയിറക്കങ്ങളെയും തരാം പോലെ നേരിട്ട് അവൻ ഒഴുക്കിനെതിരെ പൊരുതി നീന്തി ഇങ്ങനെ വിവിധങ്ങളായ യുദ്ധതന്ത്രങ്ങൾ നെയ്ത് സ്വാതന്ത്ര്യത്തിലേക്ക് കുതിക്കുമ്പോഴും അവനെ നശിപ്പിക്കാൻ തൊട്ടുപുറകിൽ ആരുണ്ട്? അവന്റെ ആവാസ വ്യവസ്ഥ തന്നെ തയ്യാറായിട്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്നത്തെ ലോകത്ത് സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ശാശ്വതമല്ല എന്നൊരു സൂചന കൂടി എന്ത് ചെയ്യുന്നു നമ്മളുടെ കവിത മുന്നോട്ട് വെക്കുകയാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതാണ് മത്സ്യം എന്ന് പറയുന്ന കവിത. ചെറുതുകളുടെ പ്രതിനിധിയാണ് കവിത. പുതിയ കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. ഉത്തരാധുനിക കവിതയാണ്. ഉത്തരാധുനിക കവിതകളുടെ പ്രത്യേകതകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കണം. കവിത നിർബന്ധമായിട്ടും വായിക്കണം. ഇനി ഏതെങ്കിലും പാഠഭാഗം നിങ്ങൾക്ക് അല്ലെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ അല്ലെ ഒന്ന് വിശദീകരിച്ച് നമുക്ക് പഠിക്കണം എന്നുള്ള പാഠഭാഗങ്ങൾ ഉണ്ടെങ്കിൽ മക്കൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക അടിപൊളി അയച്ചിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.